നമ്മളിന്ന് പറയുന്നത് ന്യൂസ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ പത്രത്തിലൊക്കെ കാണുന്ന സ്റ്റോറീസ് തന്നെ, ന്യൂസ് തന്നെ. അതിന് ഫസ്റ്റ് ഒരു ഹെഡിങ് ഉണ്ടാവും, ദെൻ അതിന്റെ കണ്ടൻസ് വരുന്ന പാർട്സ് ഉണ്ടാവും. കണ്ടൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്ലേസ് ലൈൻ വെച്ചിട്ടായിരിക്കും. പ്ലേസ് ലൈൻ എന്ന് പറയുന്നത് എവിടെയാണ് ന്യൂസ് നടക്കുന്നത് അതിനെയാണ് പ്ലേസ് ലൈൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ദെൻ കണ്ടൻസ് എഴുതുന്നത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്, നമ്മൾ ഫോളോ ചെയ്ത് വന്ന ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് പിരമിഡ് സ്റ്റൈൽ. പേര് പോലെ തന്നെ പിരമിഡിന്റെ സ്ട്രക്ചറിലായിരിക്കും സ്റ്റോറീസ് നമ്മൾ എഴുതുക. അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് 1 or 2 പാരഗ്രാഫ്സ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ടൻ്റ് കുറഞ്ഞു വരുന്ന കാര്യങ്ങളായിരിക്കും അതിൽ മെൻഷൻ ചെയ്യുക. ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ലാസ്റ്റ് പാരഗ്രാഫ്സിലായിരിക്കും അതിലെന്തെങ്കിലും സസ്പെൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പാരഗ്രാഫ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. മീൻസ് ആൾക്കാരെ കൊണ്ട് ന്യൂസ് സ്റ്റോറീസ് വായിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റൈലിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഫോളോ ചെയ്യുന്നത് ഫീച്ചേഴ്സിനും പിന്നെ സോഫ്റ്റ് സ്റ്റോറീസിനൊക്കെയാണ് ഈ സ്റ്റൈൽ ഫോളോ ചെയ്തത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അമേരിക്കൻ സിവിൽ വാറിന്റെ സമയത്ത് 1861 to 65 ആണ് അമേരിക്കൻ സിവിൽ വാർ ഉണ്ട്. ആ സമയത്ത് നമ്മളിപ്പോഴത്തെ പോലെ മെയിൽ എല്ലാ ന്യൂസുകൾ അയക്കാൻ ഉപയോഗിച്ച് ആ സമയത്ത് ടെലഗ്രാഫാണ് യൂസ് ചെയ്തത്. അപ്പം നമ്മൾ കണ്ടൻസ് ന്യൂസ് സ്റ്റോറീസ് അയക്കുന്ന സമയത്ത് ഈ ഒരുപാട് പാരഗ്രാഫ്സ് ഇൻക്ലൂഡ് ചെയ്യാതെ അത് മാക്സിമം ഷോർട്ടൻ ചെയ്തിട്ടാണ് അവർ അയച്ചത്. ഒന്നാമത് അതിനുള്ള കാരണം ഇവരുടെ എനിമീസ് അത് മാനിപ്പുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ കണ്ടൻസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കളയുന്നൊക്കെയുള്ള പേടി കൊണ്ടാണ് ഇത്രക്കും ക്രിസ്പായിട്ട് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം അയച്ചുകൊണ്ടിരുന്നത്. ആ സ്ട്രക്ചറാണ്, ആ ഒരു സ്റ്റൈലാണ് നമ്മൾ പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്നുള്ള രീതിയിലേക്ക് മാറി. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പറയും, ദെൻ വരുന്ന പാരഗ്രാഫ്സിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അതായത് അതിൻ്റെ ഹെവിനെസ് എന്ന് പറയുന്നത് കൂടി കുറഞ്ഞു വരും. അതുകൊണ്ടാണ് അതിന് ഇൻവേർട്ടഡ് പിരമിഡിൻ്റെ സ്റ്റൈൽ വരുന്നത്. ആദ്യത്തെ പാരഗ്രാഫ്സിനെ നമ്മൾ ലീഡ് എന്ന് പറയും. ദെൻ വരുന്നത് അതിൻ്റെ ബോഡി, ലാസ്റ്റ് പാരഗ്രാഫിനെ നമ്മൾ ടെയിൽ എന്ന് പറയും. ലീഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 5 Ws and 1 H എന്ന് പറയുന്നത്. 5 Ws who, when, where, what, why and H എന്ന് പറയുന്നത് how. ഇതിനുള്ള ആൻസേഴ്സ് നമുക്ക് ആദ്യത്തെ ലീഡ് പാരഗ്രാഫ്സ് 1 or 2 പാരഗ്രാഫ്സ് ഉണ്ടാവും, അതിൽ നമുക്ക് കിട്ടും. ദെൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് ബോഡിയിൽ വരിക. അതായത് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ഇതിൽ ഒന്നും വരാത്ത എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ടെയിൽ വരിക. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന റീഡേഴ്സിന് ലീഡ് വായിക്കുന്നത്, അതായത് ഫസ്റ്റ് 1 or 2 പാരഗ്രാഫ്സ് വായിക്കുമ്പോൾ തന്നെ അവർക്ക് എന്താണ് സ്റ്റോറി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് പാരഗ്രാഫ്സ് വായിക്കണമെന്നില്ല, അവർക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെ എഡിറ്റേഴ്സിനൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പത്രത്തിൽ നിന്നാണ് സ്പേസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ടെയിൽ ഭാഗം എക്സ്ട്രാ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്പേസ് കൺസ്യൂം ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് 1 or 2 പാരഗ്രാഫ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ദെൻ അതിൽ വരുന്ന ബാക്കി ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പാരയുടെ റിപ്പീറ്റേഷൻ ആയിരിക്കും. അതിലെന്തെങ്കിലും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സസ്പെൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇനി വരുന്ന പാരഗ്രാഫ്സിൽ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അവർഗ്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അവർഗ്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിന്റെ കൂടെ ഒരു ട്രാൻസിഷണൽ പാരഗ്രാഫും കൂടി ആഡ് ചെയ്യണം. അതായത് ടെയിലിന് ശേഷം നമ്മളൊരു ട്രാൻസിഷണൽ പാരഗ്രാഫ് ആഡ് ചെയ്തിട്ട് ഒരു ക്രോണോളജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. അതായത് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് രൂപത്തിൽ ഒരു നരേറ്റീവ് സ്റ്റൈലിൽ എക്സ്പ്രസ് ചെയ്യും. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ആൾക്കാർക്ക് ഒരു കഥ കേൾക്കുന്ന രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈലാണ് ഇതെന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റ് മീഡിയയിലാണ് ഇത്തരം സ്റ്റോറീസ് ഇത്തരം സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്. മെയിനായിട്ട് ക്രൈം സ്റ്റോറീസ്, കോർട്ട് ഇഷ്യൂസ് അത്തരം സ്റ്റോറീസ് എല്ലാമാണ് ഇതിൽ ഇത്തരം റൈറ്റിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്രോണോളജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് കൂടി ഇൻവേർട്ടഡ് പിരമിഡ് ശേഷം വരുന്നതുകൊണ്ട് ഇതിന് ഒരു അവർഗ്ലാസിൻ്റെ സ്റ്റൈൽ, നമ്മൾ പറയുന്ന സാൻഡ് ക്ലോക്കിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത് കൊണ്ടാണ് ഇതിന് അവർഗ്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെ റീഡേഴ്സിൻ്റെ ഒരു ന്യൂസ് അറിയാനുള്ള ഒരു നീഡിന് അപ്പുറം നമുക്കൊരു നരേറ്റീവ് ആയിട്ടുള്ള കാര്യം കേൾക്കുക, അല്ലെങ്കിൽ സ്റ്റോറി കേൾക്കുന്ന അല്ലെങ്കിൽ സ്റ്റോറി വായിക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ
ടൈം കൺസ്യൂമിങ് ആണ് എന്ന് പറയാം. പിന്നെ എഡിറ്റേഴ്സിന് എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി ഈ സ്റ്റൈൽ